വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിലേക്കാണ്. രാവിലെ 7 മുതൽ വോട്ടിംഗ് ആരംഭിക്കും. ചേലക്കരയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കുന്ന തിരക്കിലൊക്കെയാണ് ഉദ്യോഗസ്ഥർ. നിശബ്ദ പ്രചാരണത്തിൽ പരമാവധി സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ ഇന്ന് ഓടിയെത്തുകയായിരുന്നു. വോട്ടർമാർക്കുള്ള സ്ലിപ്പുകളൊക്കെ വിതരണം ചെയ്യുന്ന തിരക്കിലുമായിരുന്നു. അതെല്ലാം അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ആദ്യം വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചിട്ട് വരാം. വയനാട്ടിൽ നമുക്കറിയാം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അവിടെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, തിരുവമ്പാടി, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് ഇത്രയും നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അവിടെ കഴിഞ്ഞ തവണത്തെ 2019 കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ 19 UDF-ന്റെ രാഹുൽ ഗാന്ധി അവിടെ ജയിക്കുകയുണ്ടായി. വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് സംഭവിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ ആ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതാണ്. കണക്കുകളിൽ നിന്ന് നമുക്കത് കൃത്യമായി മനസ്സിലാക്കും. അന്ന് വലിയ രാഷ്ട്രീയ വിവാദവും ഉണ്ടാക്കിയ കാര്യമാണ്. 2019 ഇത്രയും വോട്ട് വീതത്തിന്റെ കണക്കാണ് ഈ കാണുന്നത്. പക്ഷേ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ചെറിയൊരു ഒരു ഇടിവ് അവിടെ വന്നിരുന്നു. അന്ന് എന്താണ് സംഭവിച്ചത് നോക്കിയിട്ടുണ്ടെങ്കിൽ UDF-ന്റെ നേരത്തെ ഉണ്ടാക്കിയ 19 ഉണ്ടാക്കിയ ആ വോട്ട് നേടാൻ UDF-ന് അവിടെ കാണിച്ചില്ല. നമ്മൾ പൊതുവെ പറയും അതിലൊരു ശരികേടുണ്ടെങ്കിൽ പോലും പറയാറുണ്ട് അത് മണ്ഡലം UDF-ന്റേതാണ്. ഇതിപ്പോ വീണ്ടും പ്രിയങ്ക ഗാന്ധി കൂടി അവിടെ മത്സരിക്കാൻ വരുമ്പോൾ അതൊരു ഗാന്ധി മണ്ഡലമായി മാറുകയും അവിടെ മറ്റാർക്കും ജയിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിൽ അവിടെ ഭൂരിപക്ഷം മാത്രം ചർച്ചയാവുകയും ചെയ്തൊരു മണ്ഡലം കൂടിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കറിയാം ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോഴും വോട്ട് വീതത്തിൽ ഇല്ലെങ്കിൽ വോട്ട് ചെയ്തവരുടെ ആളുകളുടെ എണ്ണത്തിലൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കഴിഞ്ഞ തവണ 2019 ഉണ്ടായ ആ ഒരു ഇടിവ് ഈ തവണ അവർക്ക് നികത്താനാകും. പ്രിയങ്ക ഗാന്ധി അതിനേക്കാൾ, അതായത് 5 ലക്ഷത്തിനപ്പുറത്തേക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെയാണ് UDF-കാർ അവിടെ പറയുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ LDF-ൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടിയുണ്ട്. ആനി രാജയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് ലഭിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്ക് അത് കുറഞ്ഞു എന്നുള്ളതാണ്. 7 ലക്ഷം എന്നുള്ളതിലേക്ക് 6 ലക്ഷത്തിലേക്കൊക്കെ വന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തായിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഷംസീർ വയനാട്ടിൽ നിന്ന് അവിടുത്തെ ഒരുക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ഷംസീറാണ് അതിന്റെ വിവരങ്ങൾ നൽകുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 14,71,000 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇരു മുന്നണികളും വലിയ പ്രതീക്ഷയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് അവർ സംസാരിക്കുന്നത്. 2024 ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 3,64,000 വോട്ടിനാണ് അവിടെ രാഹുൽ ഗാന്ധി ജയിച്ചു കയറിയത്. അതിലും വലിയ ഭൂരിപക്ഷം നേടണം, അതായത് 5 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം എന്നതാണ് UDF അവിടെ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കുന്നില്ല എന്ന് LDF-ഉം പറയുന്നു. 2019 4,31,000 വോട്ടിന് ജയിച്ച സീറ്റാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം വയനാട്. അതാണ് 2024 എത്തുമ്പോൾ 3,64,000 കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം കൂട്ടുക എന്നത് അത്യാവശ്യമായ കാര്യം കൂടിയാണ്. മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം എന്ന നിലയ്ക്ക് കൂടി ഇതിന് പ്രാധാന്യം UDF-നെ സംബന്ധിച്ച് കൂടുന്നുണ്ട്. അതുകൊണ്ട് UDF-ന് വിജയപ്രതീക്ഷയിൽ അപ്പുറത്തേക്ക് 5 ലക്ഷം ഭൂരിപക്ഷം എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനൊത്ത പ്രവർത്തനമാണ് UDF ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നതും. കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കണമെന്ന നിർദ്ദേശം നേതാക്കൾ തന്നെ അണികൾക്ക് നൽകി കഴിഞ്ഞു. താഴെ തട്ടിൽ തന്നെ അണികളെ ബൂത്തിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തകരെ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള വോട്ടർമാരെല്ലാം തന്നെ ബൂത്തിലെത്തിക്കാൻ വേണ്ട ശ്രമങ്ങളാണ് UDF ഇവിടെ നടത്തിപ്പോരുന്നത്. LDF പറയുന്നത് അങ്ങനെ, പക്ഷേ UDF-ന് അത്ര അപ്രമാദിത്വം പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല വയനാട് എന്ന് തന്നെയാണ്. അതിന് കൃത്യമായ ഒരു കാരണം കൂടി പറയുന്നുണ്ട്. 2019 2024 രാഹുൽ ഗാന്ധിയായിരുന്നു സ്ഥാനാർത്ഥി. അതുകൊണ്ടുണ്ടായ ഒരു നേട്ടം UDF-ന് ഉണ്ടായിട്ടുണ്ട്. അതിനു മുൻപ് 2014 തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ട് വ്യത്യാസത്തിൽ മാത്രമാണ് ഇവിടെ UDF ജയിച്ചു കയറിയത്. അന്ന് MI ഷാനവാസ് ആയിരുന്നു മത്സരിച്ചത്. MI ഷാനവാസ് 20,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. അന്ന് എതിരാളി ഇന്ന് സ്ഥാനാർത്ഥിയായ സത്യൻ മൊഗേരി ആയിരുന്നു. അങ്ങനെയൊരു ചരിത്രം കൂടി പറയാനുണ്ട് വയനാട് മണ്ഡലത്തിന്. മാത്രമല്ല 7 നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഇതിൽ 5ലും പലപ്പോഴായി LDF ജയിച്ച ചരിത്രം കൂടി പറയാനുണ്ട് എന്നതാണ്. വണ്ടൂരിലും ഏറനാടും ഒഴികെ മറ്റു 5 നിയമസഭാ മണ്ഡലങ്ങളിലും പലപ്പോഴായി LDF ജയിച്ച ചരിത്രം കൂടി പറയാനുണ്ട്. മാത്രമല്ല പ്രിയങ്കയും സത്യൻ മൊഗേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എങ്ങനെയാകും പോരാട്ടമെന്ന് കാത്തിരുന്ന് കാണണം. അപ്പുറത്ത് BJP-യുടെ കാര്യം പറയുകയാണെങ്കിൽ നവ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി വരുന്നു. കഴിഞ്ഞ തവണ 13% വോട്ട് ഇവിടെ BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രൻ നേടിയിരുന്നു.
യെസ്, അതാണ് ഷംസീർ പറഞ്ഞതുപോലെ അവിടെ കാര്യങ്ങളൊന്നും മാറി പറയാൻ പോകുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴാണ് ചെറിയൊരു മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ പോകുന്നത്. ലോക്സഭയിൽ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ചേലക്കരയിലേക്ക് പോവുകയാണെങ്കിൽ, ചേലക്കര നമുക്കറിയാം ഇടത് കോട്ടയാണ്. അവിടെ 3 പതിറ്റാണ്ടോളമായി ഒരു മാറ്റവും ഇല്ലാതെ LDF തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. സർക്കാരിന് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിലേത് എന്നുള്ളതാണ്. ഈ ചേലക്കരയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആകെ വോട്ട് 1,98,392 പോൾ ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ 1,53,315. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാധാകൃഷ്ണനായിരുന്നു, ഇപ്പോൾ MP ആയ ശ്രീ K രാധാകൃഷ്ണനായിരുന്നു അന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. ശ്രീകുമാർ ആയിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥി. ഷാജുമോനായിരുന്നു NDA-യുടെ. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാവും 83,515 UDF-ന് 44,015 എന്നുള്ള ആ കണക്ക് കാണുമ്പോൾ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാവും എത്രത്തോളം മുന്നിലാണ് ചേലക്കരയിൽ LDF ഉള്ളത് എന്നുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ വരാൻ പോകുന്ന ഈ ശതമാനക്കണക്ക് നേരെ പകുതി എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. 54.35% വോട്ട് വീതം LDF-നുള്ളപ്പോൾ 28.64% UDF-നുള്ളത്. അപ്പം നേർപകുതിയിൽ നിന്ന് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ട്. ഇതൊക്കെ UDF-ന് വോട്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ശതമാനത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഈ കണക്കിൽ ചെറിയ വ്യത്യാസമാണ് ഉണ്ടാവുക എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് സർക്കാർ ഉള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് UDF അവിടെ പയറ്റിയിരിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ UDF-നെ സംബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ UDF-ന് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്, UDF-ന്റെ തന്നെ നേതാവായിരുന്ന ഒരാൾ എന്നൊക്കെയുള്ളത് സ്വാഭാവികമായിട്ട് UDF-നെ ബാധിക്കും. അപ്പൊ കുറയുമോ കൂടുമോ എന്നുള്ളത് മാത്രമാണ്. LDF എന്തായാലും അവിടെ വിജയം പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. പക്ഷേ ചെറിയ വ്യത്യാസമൊക്കെ വോട്ടിൽ വരാനുള്ളൊരു സാധ്യത കൂടി അവിടെ കാണുന്നുണ്ട്. എന്തായാലും ചേലക്കരയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന MK ഷുക്കൂറാണ് ചേലക്കരയുടെ എന്തൊക്കെ ഒരുക്കങ്ങളായി എന്നുള്ളത് പങ്കുവെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് K രാധാകൃഷ്ണൻ ഇല്ല. K രാധാകൃഷ്ണൻ ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയാണ്. അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. K രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ 5000 വോട്ടുകളുടെ കുറവ് മാത്രമാണ് രമ്യ ഹരിദാസിന് ഉണ്ടായത് എന്നുള്ളത് ഈ മണ്ഡലത്തിന്റെ വോട്ടിംഗ് പാറ്റേണിലുള്ള ഒരു പ്രതിഭാസമായി തന്നെ കണക്കാക്കണം. ആ അർത്ഥത്തിൽ K രാധാകൃഷ്ണൻ ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യും? രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ വൈമനസ്യമുള്ള ആളുകളുടെ നിലപാട്, അതെല്ലാം എങ്ങനെ പ്രതിഫലിക്കും? ഒപ്പം തന്നെ മറ്റൊന്ന്, BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അവരുടെ വോട്ടിംഗ് ശതമാനം ഉയരുന്നത് കാണാം. 5.43% ഒക്കെയായിരുന്നു അവരുടെ മുൻകാല വോട്ടിംഗ് ശതമാനം ചേലക്കരയിൽ. അത് 15%, പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് അത് 19% വരെ, 20% വരെയായിട്ട് ഉയരുന്നുണ്ട്. K രാധാകൃഷ്ണൻ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ LDF-ന് എത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം LDF നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ ക്യാമ്പയിൻ മൊത്തത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, LDF അവരുടെ പരമ്പരാഗതമായ ചിട്ടയോടെയുള്ള ഒരു ക്യാമ്പയിൻ വൃത്തിയായി പൂർത്തിയാക്കി എന്നുള്ളതാണ്. 177 ബൂത്തുകളിൽ 177 ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് ബൂത്തുകളുടെ ചുമതല വഹിച്ചത്. അതിന്റെ മേൽനോട്ടത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അടക്കമുള്ള പ്രമുഖരും പഞ്ചായത്തുകൾ തോറും ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ചിട്ടയായ ക്രമത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എല്ലാ അർത്ഥത്തിലും LDF പൂർത്തിയാക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും കാണിക്കുന്ന ഗൗരവം LDF കാണിച്ചു. എന്നാൽ UDF-ന്റെ ഭാഗത്ത് ഒരു തെരഞ്ഞെടുപ്പിലും അവർ പ്രത്യേക പരിഗണന ചേലക്കരക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ചേലക്കരയിൽ അത്തരത്തിലുള്ള സുസജ്ജമായ സംഘടനാ സംവിധാനത്തിന്റെ ബലത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറില്ല. ഷുക്കൂർ പറഞ്ഞതുപോലെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞൊരു മണ്ഡലം കൂടിയാണ് ചേലക്കര എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വലിയ അട്ടിമറിയൊന്നും സംഭവിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല. എങ്കിൽ പോലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം അത്രയധികം വർക്ക് അവിടെ UDF എടുത്തിട്ടുണ്ട്. LDF-ഉം അതുപോലെ തന്നെ അത് നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം വലിയ പ്രവർത്തനം പ്രചാരണ സമയത്തൊക്കെ നടത്തിയിട്ടുമുണ്ട്. എന്തായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ഈ 2 മണ്ഡലങ്ങളും.